നമസ്കാരം. വൃക്കരോഗങ്ങൾ എങ്ങനെ നിശബ്ദമായി ആക്രമിക്കുന്നതിന് ഉദാഹരണമാണ് എന്റെ ജീവിതം. പറഞ്ഞത് വൃക്കരോഗം ബാധിച്ച് കുറച്ചുകാലം ബാസ്കറ്റ്ബോൾ കളി നിർത്തിവെക്കേണ്ടി വന്ന സീൻ എലിയട്ടാണ്. നിശബ്ദ കൊലയാളിയായി എത്തുന്ന വൃക്കരോഗങ്ങൾക്ക് തടയിടാൻ ചെറിയ ശ്രദ്ധ മതിയെന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വൃക്കരോഗങ്ങൾ എന്നതാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമ്മോടൊപ്പമുള്ളത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് ഗോമതിയാണ്. ഡോക്ടർ, ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡോക്ടർ, നമ്മുടെ ഒരു കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 195 ദശലക്ഷം സ്ത്രീകൾ വൃക്കരോഗം ബാധിക്കുന്നു. അതുപോലെ തന്നെ 6 ലക്ഷത്തോളം സ്ത്രീകൾ വൃക്കരോഗം മൂലം മരിക്കുന്നു. അതുപോലെ തന്നെ മരണസാധ്യതയുള്ള രോഗങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ 8ാം സ്ഥാനത്താണ് വൃക്കരോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ലോകാരോഗ്യ സംഘടന സ്ത്രീകളിലെ വൃക്കരോഗങ്ങൾ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു തീമായിട്ട് എടുത്തിരുന്നത്. പക്ഷേ നമ്മൾ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണ്, നമ്മുടെ ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾക്ക് മെഡിക്കൽ കെയർ കിട്ടാനുള്ള ഒരു സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത വളരെ പ്രാധാന്യം അർഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. സ്ത്രീകൾ പലപ്പോഴും അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് അവരുടെ കുടുംബത്തിലുള്ള ഭർത്താവിൻ്റെയും മക്കളുടെയും അല്ലെങ്കിൽ അവരുടെ മുതിർന്ന അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാര്യത്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും അവരുടെ കാര്യത്തിൽ പലപ്പോഴും അവർ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. വൃക്കരോഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ പലപ്പോഴും അത് ഈ പ്രാരംഭഘട്ടത്തിൽ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാനും താമസം നേരിടുന്നു. അപ്പം നമ്മളുടെ ഭാഗത്തു നിന്നും അശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിൽ രോഗം മൂർച്ഛിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും ഇത് കണ്ടെത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും സ്ത്രീകളിൽ സാമ്പത്തിക സുരക്ഷിതത്വം വളരെ കുറവായിരിക്കും ചിലവരിൽ. അതായത് നമുക്കറിയാം, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഒരു വർക്കിംഗ് വിമൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയാവും. പക്ഷേ അല്ലാത്തവർക്ക് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടാവാം ഡോക്ടർ പറഞ്ഞതുപോലെ പലപ്പോഴും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. അത് എനിക്ക് ഡോക്ടർ പറയുമ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാവും. സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഒരു 2 വൃക്കകളാണ് നമുക്കുള്ളത്. അതിൽ 2 വൃക്കയുടെയും പ്രവർത്തനം ഏകദേശം 75% കൂടുതൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഒന്നിലധികമോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രോഗം കണ്ടുപിടിക്കുന്നതിന് വളരെ പ്രയാസമാണ്. പക്ഷേ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ വൃക്കരോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് അമിത ശരീരഭാരമുള്ളവർ, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ മൂത്രാശയത്തിൽ കല്ലുള്ളവർ, അമിതമായി ഈ വേദന സംഹാരി ഗുളികകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ, പാരമ്പര്യമായി ചില വൃക്കരോഗങ്ങൾ നമുക്കുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർ വളരെ നേരത്തെ തന്നെ ഇത് കാലേകൂട്ടി കാര്യമായിട്ടുള്ള പരിശോധനകൾ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിവിധികൾ നിർദ്ദേശിക്കാനും ഒരു പരിധിവരെ സ്ഥായിയായ വൃക്കസ്തംഭനത്തിലേക്ക് പോകുന്നത് തടയാനും സാധിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്ത്രീകളുടെ വൃക്കരോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കിഡ്നി ഡിസീസസ് സ്ത്രീകൾക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിതശൈലി തന്നെ. ഡോക്ടർ പറഞ്ഞു ഈ ഭാരത്തിന്റെ ഒരു കാര്യം. അപ്പോൾ എക്സർസൈസ് ഇല്ലായ്മ, പലപ്പോഴും അവരുടെ ജോലി ഭാരം ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും നമുക്ക് ഇത്തരത്തിലൊരു കിഡ്നി ഫെയിലിയർ ഒക്കെ വരുമ്പോൾ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഒരു കാരണങ്ങളേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ സ്ത്രീകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സ്ത്രീകൾക്ക് ഈ ഹോർമോണൽ സന്തുലിതാവസ്ഥ അതിലുള്ള ഒരു പ്രത്യേകത കൊണ്ടും അവരുടെ ശരീരത്തിൻ്റെ ഘടനാപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടും അവർക്ക് ചില രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് പുരുഷന്മാരിൽ അപേക്ഷിച്ച് കാണാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനം മൂത്രത്തിൽ അണുബാധ തുടർച്ചയായിട്ട് അവർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലൂപ്പസ് നെഫ്രൈറ്റിസ്, അതായത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമെറ്റോസിസ് പോലെയുള്ള അസുഖങ്ങൾ വൃക്കകളെ പ്രതികൂലമായി ബാധിക്കാം, വൃക്കസ്തംഭനത്തിന് വഴിവെച്ചേക്കാം. ഇതൊക്കെ പിന്നെ ഗർഭിണികളിൽ പലപ്പോഴും ഈ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം ഇവയെല്ലാം നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വൃക്കസ്തംഭനത്തിന് വഴിവെച്ചേക്കാവുന്നതാണ്. ഗർഭിണികൾ വേറൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വൃക്കരോഗങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദമായി കാണാം. ആദ്യമായിട്ട് അവർ അറിയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം വരുമ്പോഴാണ്. പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഗർഭിണികളുള്ളപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ഈ പ്രസവശേഷം ഈ ഉയർന്ന രക്തസമ്മർദ്ദം മാറുന്നതായിട്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. സ്ത്രീകൾ പലപ്പോഴും ഇത് മറക്കുകയാണ്. പിന്നീട് അവർ വൃക്കരോഗങ്ങളുമായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഈ ഗർഭിണിയായിരുന്നപ്പോൾ എനിക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്
കൂടുതൽ ആൾക്കാർക്കും എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് ഈ മൂത്രത്തിലെ അണുബാധ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ അങ്ങ് മാറ്റി വെച്ചിട്ട് അവർ പറയും ഇത് വെള്ളം കുടിച്ചാൽ ശരിയാകും, അപ്പോൾ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അത് ശരിയായെന്ന് വരാം. പക്ഷേ ഇത് ഈ ഒരു ലോവർ ട്രാക്റ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അത് കൂടി 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 വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് വരെ നയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂത്രത്തിലെ അണുബാധ കാണുമ്പോൾ തന്നെ സ്ത്രീകൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഈ മൂത്രത്തിലെ അണുബാധ സ്ത്രീകളിൽ 3 കാലഘട്ടമായിട്ട് നമുക്ക് തരംതിരിക്കാം. കൊച്ചു പെൺകുട്ടികൾ, കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ 2 മാസം 3 മാസം അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സ് പ്രാരംഭ ദശയിൽ അവർക്ക് ആ ഏജ് ഗ്രൂപ്പിൽ വരുന്നത് പലപ്പോഴും അവരുടെ ഈ ഇതുകൊണ്ടായിരിക്കും, ഘടനാപരമായിട്ടുള്ള ജനിതക വൈകല്യങ്ങൾ മൂലമായിരിക്കും അത് ഉണ്ടാകുന്നത്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് പലപ്പോഴും രോഗലക്ഷണങ്ങളോടുകൂടി അത് വരുമ്പോൾ നമ്മൾ അത് ആ ഒരു കാലഘട്ടം ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം മരുന്ന് കൊടുത്ത് ചികിത്സിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കരുത്. അത് നമ്മൾ എന്താണ് ഇവരുടെ ജനിതകമായിട്ടുള്ള വൈകല്യം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ കാലേകൂട്ടി അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് പലപ്പോഴും ഈ ജനിതകമായ വൈകല്യമുള്ള കുട്ടികൾ വീണ്ടും വീണ്ടും ഈ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഈ ഇൻഫെക്ഷന് സിംറ്റംസ് ഉണ്ടാവുമെങ്കിലും ലേറ്റർ ഓൺ ആ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം. ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ ആദ്യത്തെ 3 വയസ്സിലാണ് വൃക്കയും അതിനൊപ്പം വളരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വൃക്കയിൽ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ വൃക്കയുടെ വളർച്ച തന്നെ മുരടിച്ചു പോകും. ഇത് ക്രമേണ ഒരു 20 വയസ്സ് 25 വയസ്സൊക്കെ ആകുമ്പോൾ ഇവർക്ക് സ്ഥായിയായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഗർഭിണിയാകുന്ന സമയത്ത് അവർക്ക് സിവിയർ ഹൈപ്പർ ടെൻഷൻ, ഉയർന്ന രക്തസമ്മർദ്ദം വരികയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഈ ഒരു 15 വയസ്സ് തൊട്ട് ഒരു 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മൂത്രത്തിൽ അണുബാധ കോമൺ ആണ്. അത് നമ്മളൊരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മരുന്ന് കൊടുത്ത് ചികിത്സിച്ചാൽ മതിയാവും. പക്ഷേ ഒരു വർഷത്തിൽ അവർക്കൊരു 4 പ്രാവശ്യത്തിൽ കൂടുതൽ മൂത്രത്തിൽ അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ആർത്തവ വിരാമത്തിന് ശേഷം മൂത്രത്തിൽ അണുബാധ വളരെ ശ്രദ്ധിക്കണം. അതും ഇതുപോലെ വിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വൃക്കകളെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഗർഭാശയം ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാഡറിനും മൂത്രസഞ്ചിക്കൊരു വളരെ സപ്പോർട്ടീവാണ്. അപ്പോൾ പേശികളുടെ ബലക്കുറവും പ്രായത്തിൻ്റെ ആധിക്യവും മൂലം ചിലപ്പോൾ ഈ ഗർഭാശയം താഴേക്ക് പ്രൊലാപ്സ് വരികയാണെങ്കിൽ അത് മൂത്രത്തിൽ അണുബാധ ഉണ്ടാകാനും വൃക്കകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാനും ഇടയാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് വളരെ നേരത്തെ തന്നെ ഡോക്ടറുമായിട്ട് അത് കൺസൾട്ട് ചെയ്ത് വേണ്ട പരിശോധനകൾ ചെയ്ത് നമ്മളത് മുൻകരുതലെടുത്താൽ നമുക്ക് സ്ഥായിയായ വൃക്കസ്തംഭനം ഒരു വലിയ പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ ജനറ്റിക്കൽ റീസൺസ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഈ ഗർഭാവസ്ഥയിൽ പല കാരണങ്ങളും കൊണ്ടും ചിലപ്പോൾ മാസം തികയുന്നതിന് മുമ്പ് പ്രസവം ഉണ്ടാകും. അപ്പോൾ ആ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ടും വൃക്കരോഗങ്ങൾ പിന്നീട് അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് വളരെ ശരിയാണ്. ഈ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് വൃക്കകളുടെ നെഫ്രോൺ നമ്പർ കുറവായിരിക്കും. അപ്പോൾ ഉള്ള നെഫ്രോൺസ് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇത് അവർക്ക് സ്ഥായിയായ വൃക്കസ്തംഭനത്തിന് വഴിവെക്കാവുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് പ്രമേഹമുണ്ടെങ്കിൽ, അമ്മയ്ക്ക് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലൊക്കെ, അമ്മയ്ക്ക് മൂത്രത്തിൽ അണുബാധ ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം കുട്ടികളുടെ പ്രിമച്വർ ബർത്തിന് കാരണമാകും. ഇതെല്ലാം അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ കാരണമാകും. ക്രമേണ വൃക്കസ്തംഭനം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. പാലക്കാട് നിന്ന് രമണിയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ മാഡം. ഹലോ, പറയൂ. പിന്നെ ഈ മൂത്ര യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ പേല് യെല്ലോ എന്ന് കാണിച്ചു. അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് മൂത്രത്തിന്റെ സാധാരണ നിറം പെയിൽ യെല്ലോ തന്നെയാണ്. അതിന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഈ പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആൽബം ഇങ്ങനെ 3+ കാണിച്ചു ഒരു പ്രാവശ്യം. പിന്നെ അങ്ങനെ ഒരു ഡോക്ടർ കൊണ്ട് 24 മണിക്കൂർ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോ പിന്നെ ആൽബമിൻ 150 താഴെയും ക്രിയാറ്റിൻ എന്തോ 585 അങ്ങനെ എന്തോന്ന് കണ്ടത്. അത് സാരമില്ല. അത് നോർമലായിട്ടുള്ള റിസൾട്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ശരി. അപ്പോൾ രമണിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ, ഈ വാസ്കുലർ ഡിസീസസ്, രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ സ്ത്രീകളിൽ വൃക്കരോഗങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ. അതുപോലെ തന്നെ ഹൃദ്രോഗവും വൃക്കകളിലെ രോഗവും തമ്മിലും അടുത്ത ബന്ധമുണ്ട് എന്നും പറയാറ്. ഈ ഗർഭിണികളിൽ പ്രഷർ ഉണ്ടാവും, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് ഭാവിയിൽ അവർക്ക് വൃക്കരോഗങ്ങൾ മാത്രമല്ല ഉയർന്ന അളവിൽ തന്നെ ഈ കാർഡിയക്
ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും വഴിവെക്കാറുണ്ട്. അപ്പോൾ ഇത് പിന്നെ ആൻറ്റിഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. എങ്കിലും അതും ഹൃദയത്തെയും ബ്രെയിൻ മസ്തിഷ്കത്തെയും വൃക്കകളെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ പല അസുഖങ്ങൾക്കും പല ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഈ കിഡ്നിയുടെ അസുഖങ്ങൾക്കാണെങ്കിലും ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നു. അത് പലപ്പോഴും മാറ്റിവെച്ചത് ക്രോണിക് കിഡ്നി ഡിസീസായി മാറുന്നു. ചിലപ്പോൾ അത് എൻ സ്റ്റേജിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു കിഡ്നി ഡിസീസിൻ്റെ ഒരു യാത്രയിൽ ഏതൊക്കെ ഘട്ടങ്ങളാണുള്ളത്? അതായത് ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് സാധാരണ ഒരു എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് എലിപ്പനി എന്ന് പറയുന്ന അസുഖം. പാമ്പ് കടിയേക്കുക, പലതരത്തിലുള്ള വിഷം തീണ്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന അതായത് അത് താൽക്കാലികമാണ്. അത് ഒരു ഡയാലിസിസ് ചികിത്സയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വൃക്ക തനിയെ അത് റിക്കവർ ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ അതിനാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. സ്ഥായിയായ വൃക്കസ്തംഭനമാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഒരു കുഴപ്പമില്ല, അതവിടെ വെച്ച് തീരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി വന്ന് റിക്കവർ ചെയ്താലും ഈ രോഗിക്ക് ക്രമേണ ഒരു 20% ആൾക്കാർക്ക് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വർഷത്തിലൊരിക്കലെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോവുകയും അതിനുള്ള ചെക്കപ്പുകൾ ചെയ്യുകയൊക്കെ വേണം. ക്രോണിക് കിഡ്നി ഡിസീസ് വരാതെ തടയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ പറഞ്ഞു പലതരത്തിലുള്ള അണുബാധയുണ്ട്, സ്ത്രീകൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഈ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയൽ അണുബാധ, അപ്പോൾ അത് സ്ത്രീകളുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു അണുബാധ ഉണ്ടാകുന്നത്? സാധാരണ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ താഴെ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത് മൂത്രനാളികൾ കൂടെ മുകളിൽ കയറി കിഡ്നിയെ ബാധിക്കുമ്പോഴാണ് നമ്മൾ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പറയുന്നത്. അപ്പർ ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. ഈ പൈലോനെഫ്രൈറ്റിസ് നമ്മൾ വേണ്ടവണ്ണം ചികിത്സിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ, ഗർഭിണികളിൽ അല്ലെങ്കിൽ മൂത്ര തടസ്സമുള്ളവരിൽ ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് മരണ കാരണമാകാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളിൽ ഈ പൈലോനെഫ്രൈറ്റിസ് നമ്മൾ ചികിത്സിച്ചാലും പലപ്പോഴും ഇത് കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാക്കും, സ്കാർസ് ഉണ്ടാകും. അതാണ് അവർ ഭാവിയിൽ, ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഭാവിയിൽ സ്ഥായിക വൃക്കസ്തംഭനം, ഉയർന്ന രക്തസമ്മർദ്ദമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഡോക്ടർ, ഒരു കോളറോടുണ്ട്, ലീനയാണ് എറണാകുളത്ത് നിന്നും. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, എനിക്ക് യൂറിനില് കല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് മാറി. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഭയങ്കര പെയിനൊക്കെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ എന്റെ കിഡ്നിയില് 3.5 സെന്റിമീറ്റർ റൗണ്ടിൽ ഒരു മുഴയുണ്ടെന്നാണ് ഡോക്ടറെ. അതിന് ഓപ്പറേഷൻ അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ? കിഡ്നിയിലെ മുഴകൾ എന്ന് പറയുന്നത് പലതരത്തിലാവാം. അത് ചിലപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മുഴകളാവാം, ചിലപ്പോൾ അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുഴകളാകാം. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. ഇപ്പോൾ CT സ്കാൻ പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താലേ നമുക്ക് അത് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിന് കൃത്യമായ പരിശോധനകൾ എടുത്ത് മുഴയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓപ്പറേഷൻ തന്നെ വേണ്ടി വരും അല്ലേ ഡോക്ടറെ? അത് കൂടുതൽ പരിശോധന ചെയ്യുമ്പോഴേ നമുക്കത് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റിവെക്കും. അതിലൊന്നാണ് ബോഡി പെയിൻസ്. പല സ്ത്രീകൾക്കും പലതരത്തിലുള്ള ശരീരവേദനകൾ പലപ്പോഴും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർ ദ കൗണ്ടർ പോയിട്ട് പെയിൻ കില്ലർ വാങ്ങിച്ചുപയോഗിക്കുക. ഇപ്പോൾ അനാൾജസിക് മെഡിസിനുകളുടെ തുടർച്ചയായ ഉപയോഗം മൂലം അനാൾജസിക് നെഫ്രോപ്പതി പോലെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം? ഏത് മരുന്ന് ഉപയോഗിച്ചാലും അതിന് പാർശ്വഫലങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ലിവറും കിഡ്നിയുമാണ് ഇതിനെ നിർവീര്യമാക്കി മൂത്രത്തിലൂടെ വെളിയിലേക്ക് തള്ളാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് NSAID വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഗുളികയല്ലേ കഴിച്ചുള്ളൂ, അല്ല, ഒരു ഗുളിക പോലും അത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കാനും ഡയാലിസിസിന് വഴിവെക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഇൻഫെക്ഷൻസിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന അമിനോഗ്ലൈക്കോസൈഡ്, ഇപ്പോൾ അമിക്കാസിൻ, ജെൻഡാമൈസിൻ, അങ്ങനെയുള്ള മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സ്വീകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് വൃക്കസ്തംഭനത്തിന് വഴിവെച്ചേക്കാം.
ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ NSAID നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് മരുന്നുകളുടെ പേര് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇത് നമുക്ക് സാധാരണ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ ഇവിടെ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത് വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ ആളുകൾ വന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു തലവേദനയും ശരീരം വേദനയുണ്ട്, എന്തെങ്കിലും ഒരു മരുന്ന് തരും. അപ്പോൾ ആ ശരീരം വേദനയുടെ പ്രധാന കാരണം അവർ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്തായിരിക്കും. അത് ശരീരത്തിന് റെസ്റ്റ് കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ ഇത് മരുന്ന് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അതിൽ ഈ ബ്രൂഫൻ, പിന്നെ കീറ്റോറിലാക്ക്, പിന്നെ ഡൈക്ലോഫെനാക്ക് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ദോഷം ചെയ്യും. അത് വളരെ സൂക്ഷിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ ഏറ്റവും വലിയൊരു കാരണമാണ് പ്രമേഹം എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ത്രീകളിൽ ഗർഭാവസ്ഥയിൽ മാത്രമായിരിക്കും ഈ പ്രമേഹം കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗർഭാവസ്ഥയിൽ മാത്രം കാണുന്ന പ്രമേഹം ശ്രദ്ധിക്കേണ്ടതാണോ? മറ്റ് പ്രമേഹ രോഗികൾ ഈ വൃക്കരോഗം തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം പല കാരണങ്ങൾ കൊണ്ടും വളരെ പ്രധാനമാണ്. അമ്മയ്ക്കും അതെ, കുഞ്ഞിനും അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രമേഹം മൂലം ഈ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ പ്രീ എക്ലാംസിയ, ഗർഭിണികൾ മാത്രം കാണുന്ന ഒരു തരത്തിലുള്ള ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാം. രണ്ടാമത് ഈ പ്രമേഹം മൂലം കുട്ടികളുടെ വൃക്കയുടെ നെഫ്രോൺ നമ്പർ കുറയാം. അങ്ങനെ വരുമ്പോൾ സാധാരണ ഈ കുട്ടികൾക്ക് വീണ്ടും കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് ക്രമേണ സ്ഥായിയ വൃക്കസ്തംഭനം വരാൻ സാധ്യതയുണ്ട്. അപ്പം പ്രമേഹം നിയന്ത്രിക്കുന്നത് വളരെ വളരെ പ്രധാനമാണ്. അമ്മയ്ക്കും അതെ, കുഞ്ഞിനും അതെ. ഈ പ്രമേഹ നിയന്ത്രണത്തിന് പലപ്പോഴും സ്ത്രീകൾ ഡയറ്റ് കൺട്രോള് അവർ പാലിക്കാറില്ല. പ്രത്യേകിച്ച് ഡോക്ടർ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരു വീട്ടിൽ അധികം ഫുഡ് വന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു തത്വമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാക്കി ഇരിക്കുന്നതൊക്കെ കഴിച്ച് സ്വന്തം തടിയും കൂട്ടി ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളും സ്ത്രീകളെ ഈ വൃക്ക രോഗങ്ങളിലേക്ക് തള്ളിയിടുന്നില്ലേ? തീർച്ചയായിട്ടും അത്താഴത്തിന് ശേഷം വരുന്ന മിച്ചം നമ്മുടെ നാട്ടിൽ പലരും, എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഏകദേശം അത് കളയാൻ മനസ്സ് വരില്ല. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തീർത്ത പാത്രം ഒന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ് പല വീട്ടമ്മമാരും ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുകയില്ല. അത് അത്താഴം നമുക്ക് വളരെ ലഘുവായിട്ട് മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആരോഗ്യം നോക്കുന്നത് നമ്മൾ വളരെ പ്രധാനമാണ്. നമ്മൾ ബാക്കിയുള്ളവരുടെ ആരോഗ്യം നോക്കണമെങ്കിൽ നമ്മളുടെ ആരോഗ്യം നല്ലതായിരിക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വ്യായാമത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അഭിപ്രായം. ഡോക്ടർ, ഒരു കോളറോടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ജബ്ബാറാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ, പറയൂ ഡോക്ടറെ. അത് ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ചോദിക്കാം. എൻ്റെ ഉമ്മാക്ക് കിഡ്നിയുടെ ചെറിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരെ, ക്രിയാറ്റിൻ്റെതൊക്കെ. പിന്നെ കൂടാണ്ട് ഇപ്പൊ മൂത്രമൊഴിക്കുമ്പോഴേ യൂറിനില് ഒരു പത വരുന്നുണ്ട്. അപ്പൊ അത് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? അത് മൂത്രത്തിൽ സാധാരണ കുറച്ച് പത എല്ലാവർക്കും കാണാറുണ്ട്. ഈ പദവുണ്ട്, എപ്പോ മൂത്രമൊഴിക്കുമ്പോഴും പത മാറ്റി വരുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞത് പ്രോട്ടീൻ നഷ്ടപ്പെടുന്ന പറഞ്ഞത്. അതെ, കുറച്ച് പത സാധാരണ കാണാറുണ്ട്. അത് വേവലാതിപ്പെടേണ്ട. പക്ഷേ പ്രോട്ടീൻ നഷ്ടപ്പെടുമ്പോൾ അമിതമായിട്ട് പതയുണ്ടാകും. നമ്മൾ വെള്ളം ഒഴിച്ചാലും പത പൊങ്ങി വരും. അങ്ങനെ വരുന്നത് ഈ മൂത്രത്തിലൂടെ ആൽബമിൻ അമിതമായി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ചില വൃക്കരോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് പത അമിതമായി പതച്ചിൽ മൂത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അത് നമുക്ക് മരുന്നുകളുണ്ട് അതിന്. അത് മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിച്ചിട്ട് ഇത് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും പല സ്ത്രീകളും ഗർഭഛിദ്രത്തിന് വിധേയരാകാറുണ്ട്. അപ്പം ഒരു ആധുനിക സമൂഹത്തിൽ പലപ്പോഴും അവരൊരു ഹോസ്പിറ്റലിൽ പോയി നിയമാനുസൃതമായാകാം അത് ചെയ്യുന്നത്. പക്ഷേ ചില കേസിലെങ്കിലും നിയമാനുസൃതമല്ലാത്ത ഒരു ഗർഭഛിദ്രം ഉണ്ടാകാറുണ്ട്, ഈ സെപ്റ്റിക് അബോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സെപ്റ്റിക് അബോർഷൻ എന്ന് പറയുന്നത് ഈ കിഡ്നി ഡിസീസസിലേക്ക് നയിക്കില്ലേ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്. 1971 MTP ആക്ട് വന്നത്. MTP ആക്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ സെപ്റ്റിക് അബോർഷൻ വളരെ കോമൺ ആയിരുന്നു. ഗർഭഛിദ്രം ഇങ്ങനെ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിരുന്നു. ഈ സെപ്റ്റിക് അബോർഷൻ പലപ്പോഴും വളരെ സിവിയർ ആയിട്ടുള്ള അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിക്ക് വഴിവെക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും റിക്കവർ ചെയ്യത്തില്ല. സെപ്റ്റിക് അബോർഷൻ മൂലമുണ്ടാകുന്ന വൃക്ക സ്തംഭനം റിക്കവർ ചെയ്യില്ല. യൂഷ്വലി അത് ക്രോണിക് കിഡ്നി ഡിസീസ് പലപ്പോഴും രോഗിക്ക് ഒന്നുകിൽ ഡയാലിസിസ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണം സർവൈവ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കും. പക്ഷേ ഇപ്പോൾ ഈ MTP ലോ ഒക്കെ വന്നതിന് ശേഷം ഇത് വളരെ കുറഞ്ഞിട്ടുണ്ട്. സെപ്റ്റിക് അബോർഷൻ്റെ റേറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ഒരു കോളറോടുണ്ട്. ഗംഗയാണ് ആറന്മുളയിൽ നിന്നും. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എൻ്റെ പേര് ഗംഗ എന്നാണ്. ഞാൻ പിന്നെ ഒരു 3 മണിക്കൂറൊക്കെ യൂറിൻ പാസ് ചെയ്യാതെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വേദന എടുത്തിട്ട് യൂറിൻ ഒഴിക്കുമ്പോൾ ഭയങ്കര കളറും ഒക്കെ വരുന്നുണ്ട്. അതെന്തെങ്കിലും പ്രശ്നമാണോ?
ഇങ്ങനെ വേദനയോടുകൂടി നമ്മൾ മൂത്രം ഒഴിക്കുക എന്ന് പറയുന്നത് സാധാരണ മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മളത് മൂത്രം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അണുബാധ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സ എടുക്കേണ്ടത് ആവശ്യമാണ്. കളറ് ഈ നല്ല യെല്ലോ കളറിലാണ്, നല്ല കളറിലാണ്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവാം. പിന്നെ വെള്ളം കുടിക്കുന്നത് കുറവാണ്, ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും നമുക്ക് കടും നിറത്തിൽ മൂത്രം പോവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിശോധന ചെയ്താലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കൗമാരപ്രായക്കാരിൽ ചിലപ്പോഴെങ്കിലും ഗർഭധാരണം ഉണ്ടാകാറുണ്ട് ചില കേസുകളിൽ. അപ്പോൾ ഈ കൗമാരപ്രായത്തിൽ അവരുടെ അവയവങ്ങളൊന്നും ശരിയായി വികസിച്ചതാവില്ല, പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് മാത്രവുമല്ല, അങ്ങനെ ഒരു ഗർഭധാരണത്തിൽ പല കാര്യങ്ങളും മുതിർന്നവർ ശ്രദ്ധിക്കുന്ന പോലെ അവർ ശ്രദ്ധിച്ചില്ല എന്ന് വരാം, ഇത് മുതിർന്നവർ അറിഞ്ഞില്ല എന്നും വരാം ഈ ഗർഭം. അപ്പോൾ ഈ കൗമാരപ്രായത്തിലെ ഗർഭധാരണം വൃക്കരോഗം ഉണ്ടാകാനുള്ള ഒരു കാരണമാകാമോ? കൗമാരപ്രായത്തിലല്ല, ഏത് പ്രായത്തിലും ഈ ഗർഭധാരണം വളരെ കൃത്യമായിട്ട് നമ്മൾ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് എടുക്കാതെ വന്നാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കൗമാരപ്രായക്കാർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അത് കൗമാരപ്രായക്കാർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞ മാതിരി അത് അറിയാതെ പോവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ വൃക്കസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡോക്ടർ പറഞ്ഞു, ഈ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, ഈസ്ട്രജന്റെ ഒരു കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ ബാധിക്കാവുന്നു. അപ്പോൾ ഈ ആർത്തവ വിരാമത്തോട് അടുക്കുമ്പോൾ ഒരു പരിധിവരെ സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് അവർ ഏതൊക്കെ തരത്തിലുള്ള ഒരു കെയർ ആണ് ചെയ്യേണ്ടത്? ആർത്തവവിരാമത്തോടനുബന്ധിച്ച് നമുക്ക് പേശികൾക്ക് ബലക്കുറവ് വരുമ്പോൾ ഈ യൂട്രസ് താഴോട്ട് പ്രൊലാപ്സ് ഉണ്ടാകാം. അപ്പോൾ ഈ യൂട്രസ് വളരെ പ്രധാനമാണ് ഈ മൂത്രസഞ്ചിയുടെ സപ്പോർട്ട് കൊടുക്കുന്നതിന്. അപ്പോൾ ഈ മൂത്രസഞ്ചിയും താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇത് മൂത്രം നമുക്ക് ശരിയായ രീതിയിൽ ഒഴിച്ച് തീർക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ കുറച്ച് മൂത്രം അവിടെ കെട്ടിക്കിടക്കുകയും അത് ഇൻഫെക്ഷൻ വഴിവെക്കുകയും ചെയ്യും. അപ്പോൾ അണുബാധ റിക്കറൻ്റ് ആയിട്ടുണ്ടാകാം. അതുകൂടാതെ ആർത്തവവിരാമത്തിന് ശേഷം ഈസ്ട്രജൻ ഡെഫിഷ്യൻസി വരും. ഈസ്ട്രജൻ നമ്മുടെ സാധാരണ വജൈനയുടെയൊക്കെ ഒരു ഹെൽത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ള ഓർഗാനിസംസ് എല്ലാം പോയിട്ട് അബ്നോർമൽ ആയിട്ടുള്ള ഓർഗാനിസംസ് കോളനൈസ് ചെയ്യുകയും പിന്നെ അത് ഇൻഫെക്ഷൻ വഴിവെക്കുകയും ചെയ്യും. റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഈ ആർത്തവവിരാമത്തിന് ശേഷം. ഡോക്ടർ, ഒരു കോളറോട് ഉണ്ട്. കോട്ടയത്ത് നിന്ന് സോമൻ നായരാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ. ഹലോ. ഡോക്ടറെ പറഞ്ഞോളൂ. ഞാൻ സോമൻ നായരാണ്. പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് ഈ ഷുഗർ കുറവാണ്. അപ്പം ഞാൻ രാവിലെ എണ്ണിച്ചാൽ ഉടനെ മൂത്രം ഒഴിക്കുമ്പം അതുപോലെ പറഞ്ഞു വരുന്നുണ്ടേ. അപ്പൊ അത് നമ്മുടെ വൃക്ക സംബന്ധമായിട്ട് വല്ലോ ഇത് ഉള്ളതാണോ, അതോ കാലക്രമേണ വല്ലോ അതിന് സംബന്ധമായ വല്ലോ? അല്ല, നമുക്കത് വളരെ സിമ്പിളായിട്ടുള്ള മൂത്രത്തിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും നമുക്ക് ക്രമാതീതമായി മൂത്രത്തിൽ ആൽബമിൻ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. അത് ആ ടെസ്റ്റ് ചെയ്താൽ മതി. രാവിലെ ആദ്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ യൂറിൻ നമുക്ക് ലാബിൽ കൊടുത്താൽ ആൽബമിൻ്റെ അളവ് നമുക്ക് അവർ നോക്കിത്തരും. അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു രോഗത്തിന് ലക്ഷണങ്ങൾ കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരു സൈലന്റ് കില്ലർ എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിലൊന്നും ഈ ലക്ഷണങ്ങൾ കാണിക്കത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അപ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ഈ ആഹാരത്തിന് ഒരു വെറുപ്പുണ്ടാവുക, വിശപ്പില്ലായ്മ തോന്നുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. പിന്നെ മൂത്രം രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് മൂത്രമൊഴിക്കുക. സാധാരണ ആൾക്കാർ പകലും രാത്രിയും നമ്മൾ മൂത്രത്തിൻ്റെ ഒഴിക്കുന്നതിൻ്റെ അനുപാതം എടുത്തു കഴിഞ്ഞാൽ 2:1 ആണ്. രാത്രി പകൽ ഒഴിക്കുന്നതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സ്ഥായി വൃക്കസ്തംഭനത്തിലേക്ക് പോകുമ്പോൾ രാത്രി പകൽ ഒഴിക്കുന്നതിൽ ഇരട്ടി മൂത്രം ഒഴിക്കും. പിന്നെ മസിൽ കോച്ചി പിടിക്കുക, അത് വേറൊരു രോഗലക്ഷണമാണ്. ക്രമേണ രോഗിക്ക് ഒരു ഛർദിലുണ്ടാവുക, ആഹാരം തീരെ കഴിക്കാൻ സാധിക്കാതാവുക. തുടക്കത്തിൽ കൺപോളകൾക്ക് ചുറ്റും നീരുണ്ടാവും രാവിലെ എണീക്കുമ്പോൾ. തുടർന്ന് കാലിൽ യാത്ര പോകുമ്പോൾ കാലിന് നീര്, ക്രമേണ ശരീരമാസകലം നീര് വരികയും ഈ രക്തസമ്മർദ്ദം ഉയരുക. പിന്നെ ഷുഗറുള്ള രോഗികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഷുഗർ ഒരു കാരണമില്ലാതെ താന്നു പോവുക, അബോധാവസ്ഥയിലാവുക. അങ്ങനെ ഉണ്ടാവുക. ഈ പേഷ്യൻ്റ് അങ്ങനെ 1-2 പ്രാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണമില്ലാതെ അവരുടെ ഷുഗർ താഴുകയാണ്, അല്ലെ ഒരു കാരണമില്ലാതെ അവരുടെ ഡ്രഗ്സിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോളുക. അത് വൃക്കകളെ പ്രമേഹം ബാധിച്ചതിൻ്റെ ലക്ഷണമാകാം. അതെ. അപ്പോൾ ഈ ഒരു കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഈ ഡയാലിസിസ് പോലെയുള്ള മാർഗ്ഗങ്ങൾ വളരെ വേദനാജനകമാണ്. ഒരുപാട് സങ്കീർണതകളിൽ കൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ ഇതൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പരിശോധന ഉണ്ടെങ്കിൽ. അപ്പോൾ സ്ത്രീ
സ്ത്രീകൾ ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗങ്ങൾ തടയാൻ ചെയ്യേണ്ടത്? ഇപ്പോൾ എല്ലാ സ്ത്രീകളെയും നമുക്ക് വൃക്കരോഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല. അപ്പോൾ ഈ വൃക്കരോഗം വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഈ പരിശോധനകൾ ക്രമമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് പ്രമേഹമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, അമിതമായ ശരീരഭാരമുള്ളവർ, പാരമ്പര്യമായിട്ട് വീട്ടിൽ അസുഖം, കുടുംബത്തിൽ അസുഖമുള്ളവർ, മൂത്രത്തിൽ കല്ലുള്ളവർ, പിന്നെ ഈ NSAID പോലുള്ള മരുന്നുകൾ കഴിക്കേണ്ട ചില അവസ്ഥകളുണ്ട്. ചിലർക്ക് അത് കഴിക്കാതെ പറ്റില്ല, അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ എല്ലാം ഈ ഇങ്ങനെ കൃത്യമായിട്ടും ഇത് ചെക്ക് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ബ്ലഡിലും യൂറിനിലും ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ആ യൂറിനിലെ ടെസ്റ്റാണ് ഏർലി ആയിട്ട് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ യൂറിനിലെ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിനിലെ പസൽസ്, RBC ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. യൂറിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞൊരു ടെസ്റ്റാണ്. അതാണ് ഏറ്റവും സങ്കടകരം. ആ ഒരു ടെസ്റ്റ് നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ അത് വളരെ ഭയാനകമാണെന്ന് എനിക്ക് തോന്നും പലപ്പോഴും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇത് ഏർലി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ ബ്ലഡിലുള്ള ക്രിയാറ്റിനിൻ, യൂറിയ അതൊക്കെ കിഡ്നിയുടെ പ്രവർത്തനം 50% താഴെ ആകുമ്പോഴേ ഇത് കൂടാൻ തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യൂറിൻ്റെ ടെസ്റ്റ്, ആൽബുമിനും മൈക്രോസ്കോപ്പിയും ഒക്കെയാണ് വളരെ പ്രധാനം. അതുപോലെ അൾട്രാസൗണ്ട് സ്കാന്, കിഡ്നിയുടെ ടെസ്റ്റ് വളരെ കിഡ്നി ഡിസീസ് അഡ്വാൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ സ്കാനിങ്ങിൽ പലപ്പോഴും അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യൂറിൻ ഏറ്റവും ചിലവ് കുറഞ്ഞ യൂറിൻ ടെസ്റ്റാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ വൃക്കരോഗങ്ങൾക്കുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷിയെ, ശരീരം തന്നെ ഒരു കൺഫ്യൂഷനിലായ ആന്റിബോഡികൾ നിർമ്മിച്ച് നമ്മളെ ആക്രമിക്കുന്ന ഒരവസ്ഥ, ഈ ലൂപ്പസ് രോഗം, അതുപോലെ തന്നെ റിമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ അതുണ്ടെന്ന് പല സ്ത്രീകൾക്കും അറിയില്ല. അതിന്റെ ലക്ഷണങ്ങൾ അവർ വേറെ വല്ലതുമൊക്കെയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. സ്ത്രീകൾക്ക് വരുന്ന ഒരു ആന്റിബോഡി ഡിസീസാണ് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസ്. അപ്പോൾ അത് വൃക്കകളെയും എല്ലാ അവയവങ്ങളെയും ബാധിക്കും, വൃക്കകളെയും ബാധിക്കും. അവർക്ക് കോമൺ കോസ്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മരണം സംഭവിക്കാനുള്ള ഒരു കോസ് വൃക്ക സ്തംഭനം തന്നെയാണ്. അപ്പോൾ ഈ ലൂപ്പസ് നെഫ്രൈറ്റിസ് ൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ സന്ധികൾ വേദന, അതിൻ്റെ സ്വെല്ലിങ്, വീക്കമുണ്ടാവുക, കണ്ണുകൾക്ക് ചുറ്റും നീര്, ഈ റാഷ് ഉണ്ടാവുക, പ്രത്യേകിച്ച് കവിളിലൊക്കെ റാഷ് ഉണ്ടാവുക, തലമുടി അകാരണമായി കൊഴിയുക, ഈ വേദന ഇല്ലാത്ത തരത്തിലുള്ള പുണ്ണുകൾ വായ്ക്കുള്ളിൽ ഉണ്ടാവുക. ഒരു കോളറോടുണ്ട്, കൊല്ലത്തു നിന്ന് വൃന്ദയാണ്. ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിക്കാം. ഹലോ ഡോക്ടറെ. പറയൂ വൃന്ദ. എന്റെ കുഞ്ഞിന് എന്താ വൃക്കയ്ക്ക് ചെറിയൊരു താഴോട്ടിരിക്കുക, സ്ഥാനമാറ്റം ഉണ്ട്. അത് കുഴപ്പമുണ്ടോ? സ്ഥാനമാറ്റം സാധാരണ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. അത് കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. ഇപ്പോൾ ഡോക്ടർ, നമ്മുടെ സമയം കുറവാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ലൂപ്പസ് രോഗം. അപ്പോൾ SLEയുടെ ഈ അവസ്ഥ ഇതോടുകൂടിയാണ് വൃക്കകളെയും ബാധിക്കുന്നത്. പക്ഷേ SLEയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വൃക്കയെ SLEക്ക് ബാധിക്കും. ലൂപ്പസ് നെഫ്രൈറ്റിസ് വളരെ സൂക്ഷിക്കേണ്ട അസുഖമാണ്. കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ പ്രേക്ഷകർ ഇതെല്ലാം കേട്ട് കാണുമല്ലോ. സ്ത്രീകളുടെ ആരോഗ്യമാണ് ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യം. ആ പല കുടുംബങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം. സമൂഹത്തിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആരോഗ്യരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക, സ്വന്തം ആരോഗ്യം ആദ്യം നോക്കുക. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.